ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രേഡിംഗ് പാറ്റേൺ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിനു മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത പല പാറ്റേണുകളുടെയും ഒരു സൈക്കോളജി തന്നെയാണ്, അതുപോലെ തന്നെയാണ് ഇരിക്കുന്നതും. പക്ഷെ ഇതിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രേഡ്, കൂടുതൽ കൃത്യതയുള്ള ട്രേഡ് എടുക്കാൻ നമുക്ക് കൂടുതൽ പോസിബിലിറ്റി ഉള്ള നല്ലൊരു പാറ്റേൺ സ്റ്റൈലാണ്. അപ്പോൾ അത് മാത്രമല്ല ഇവിടെ പറയുന്നത് ഈ വീഡിയോയിൽ ജസ്റ്റ് ആ ഒരു ആക്യുറസി എന്ന് പറയുന്നത് എന്റെ എക്സ്പീരിയൻസിലും ഞാൻ കണ്ടിട്ടുള്ള മറ്റുള്ള പല ട്രേഡേഴ്സിന്റെ എക്സ്പീരിയൻസിൽ നോക്കിയാലും നല്ലൊരു ആക്യുറസി തരുന്ന ഒരു പാറ്റേൺ ആണ്. അതിന് കാരണമുണ്ട്, അത് നമുക്ക് നോക്കി പോകാം. അതിനു മുൻപായിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോയിലാണെങ്കിൽ പൊതുവെ ആ ഒരു പാറ്റേൺ മാത്രം ഒരു 10 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ പറഞ്ഞു നിർത്താവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് മാക്സിമം എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും, അത് മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരു ട്രേഡർ ബേസിക്കലി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നല്ല ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും, എന്നാൽ അതിനകത്ത് ഒരു കാര്യങ്ങളും വിട്ടുകളയാനില്ല. അപ്പൊ നമ്മളിവിടെ ഒരു സ്ട്രാറ്റജി മാത്രം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് വീഡിയോ അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. അതായത് സ്ട്രാറ്റജി ഇങ്ങനെ ഇരിക്കും, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് തീർക്കാതെ നമ്മൾ ബാക്കി കാര്യങ്ങളും കൂടെ അതിന്റെ കൂടെയുള്ള ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ടിപ്സ് അല്ലെങ്കിൽ അറിവുകൾ, കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾക്ക് വീഡിയോക്ക് ലെങ്തും കൂടുന്നത്. അതിനകത്ത് ഒന്നും മിസ് ചെയ്യാനില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിനകത്ത് ബേസിക്കലി നമ്മൾ തുടങ്ങുന്ന തന്നെ ഒരു ട്രേഡർ ബേസിക്കലി അറിയേണ്ട 4 സ്റ്റേജുകൾ വെച്ചിട്ടാണ്. ഒരു ട്രേഡിംഗ് സൈക്കിളിലും 4 സ്റ്റേജുകളുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് അത് തൊട്ട് തുടങ്ങാം, ബാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസിക്കലി നമ്മൾ നോക്കിയാൽ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനി IPOക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഇത് കടന്നു പോകുന്ന ഓരോ പ്രൈസ് ചാർട്ടും കടന്നു പോകുന്ന 4 സ്റ്റേജസ് ഉണ്ട് മെയിൻ ആയിട്ടും. അതെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു IPO വന്നു. ഓക്കെ, ഒരു IPOക്ക് ശേഷം ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ ഏറ്റവും തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പ്രാക്ടിക്കൽ ആയിട്ടുള്ള അതിന്റെ ആപ്ലിക്കേഷനിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഇതെല്ലാം എല്ലാ സൈഡും കേട്ടിരുന്നാലാണ് നല്ല ഇൻഡെപ്ത് നോളജ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് ആദ്യം അതിന്റെ തിയറി കേൾക്കുക, എന്നിട്ട് അതിന്റെ പ്രാക്ടിക്കലായിട്ട് ഇത് എങ്ങനെ നമുക്ക് ചാർട്ടിൽ കാണാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോക്ക് IPO കഴിഞ്ഞിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വന്നു. ഓക്കെ, ഒരു കമ്പനിയുടെ ഷെയർ ഓക്കെ ട്രേഡ് ചെയ്യാൻ വന്നു കഴിയുമ്പോൾ ഇതിലൊരു ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഒരു കൺസോൾട്ടേഷൻ ആണ്. ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൈസ് വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ ഒരു റേഞ്ച് തന്നെ, ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടെന്ന് പറയാം അല്ലെ. അതായത് ഒരു പർട്ടിക്കുലർ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ട്രെൻഡ് നമുക്ക് പറയാം റേഞ്ച് ബൗണ്ട് അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെന്റ്, കൺസോൾട്ടേഷൻ, ഇങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെയുള്ളൊരു കൺസോൾട്ടേഷൻ മൂവ്മെന്റ് ആയിരിക്കും നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ ഇതിന് പറയുന്നത് ഈ ഒരു സ്റ്റേജ് 1 പറയുന്ന പേര് നെഗ്ലക്ട് സ്റ്റേജ് എന്ന് പറയും. നെഗ്ലക്ട് സ്റ്റേജ് അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്ന് പറയാം. ഇതിന്റെ അർത്ഥം എന്താണ്? എല്ലാ സ്റ്റോക്കുകളും ഇങ്ങനെ വരണമെന്നല്ല. നമുക്ക് അതാണ് ഞാൻ പ്രാക്ടിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് പറയാം. ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഒരു കമ്പനി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സൈഡ് വൈസ് മൂവ്മെന്റിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് നമുക്കറിയാം, ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വന്നിട്ട് ആ ഒരു കമ്പനി വലിയ അത്ര ഫേമസ് കമ്പനി ഒന്നുമല്ല, ഒരു സാധാരണ ഒരു കമ്പനി ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന വലിയ LICയോ അല്ലെങ്കിൽ സൊമാറ്റോ പോലെയുള്ള കമ്പനികളുടെ കാര്യമല്ല, നമ്മൾ സാധാരണ കേൾക്കാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത കമ്പനികളും IPOയിൽ വരുന്നുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ റീറ്റെയിലേഴ്സ് ശ്രദ്ധിക്കുന്നില്ല, അതുപോലെ തന്നെ വലിയ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പോലെയുള്ള വലിയ പൈസയുള്ള വലിയ ഇൻവെസ്റ്റേഴ്സ്, വലിയ റിസർച്ച് ടീമുകളുണ്ട്, ക്രോർസ് ആൻഡ് ക്രോർസ് പൈസ കയ്യിലുള്ള, കോടികൾ പൈസയുള്ള വലിയ ബാങ്കുകള്, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, അതുപോലത്തുള്ള ഇന്ത്യയിലും പുറത്തുമുള്ള ഇതുപോലെയുള്ള, പിന്നെ വലിയ ക്യാപിറ്റൽ മുടക്കാനുള്ള, വലിയ കോടികൾ കയ്യിൽ മുടക്കുവാനുള്ള ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരും ഈ സ്റ്റോക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സ്റ്റോക്ക് ഇങ്ങനെ കുറെ നാൾ കിടക്കും. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ കടന്നതിന് ശേഷം ഇവിടെ ആദ്യം ശ്രദ്ധിക്കുന്നത്, ഏറ്റവും കൂടുതൽ നന്നായിട്ട് റിസർച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്ന സ്മാർട്ട് മണി എന്ന് പറയും. സ്മാർട്ട് മണി എന്ന് പറയുന്നത് ഈ FIA DIA ഇവരെയാണ് സ്മാർട്ട് മണി എന്ന് വിളിക്കുന്നത്. കാരണം ഇവർ ഏറ്റവും കൂടുതൽ റിസർച്ചും അല്ലെങ്കിൽ അത്രയും വലിയ റിസർച്ച് ടീമും അത്രയും വലിയ പൈസ കൈകാര്യം ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഈ സ്മാർട്ട് മണിയെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഇവരെന്താണോ മേടിക്കുന്നത് അത് മേടിക്കാൻ നോക്കുക, ഇവരെന്താണോ വിൽക്കുന്നത് അപ്പൊ വിൽക്കാൻ നോക്കുക എന്നൊരു കൺസെപ്റ്റ് പൊതുവെ മാർക്കറ്റിലുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സ്മാർട്ട് മണി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്മാർട്ട് മണി അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ഈ ഒരു കമ്പനിയെ കുറിച്ച് പതിയെ ഗവേഷണം നടത്തും. അപ്പോൾ ഇവർ നടത്തുമ്പോൾ ആ ഒരു ഗവേഷണത്തിൽ ഇവർക്ക് മനസ്സിലാവും ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഈ കമ്പനിക്ക് ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് കാണുന്നുണ്ട്, ഈ കമ്പനി ഇപ്പൊ മേടിച്ചു കഴിഞ്ഞാൽ ഭാവിയിലോട്ട് നല്ലൊരു വളർച്ച കാണും, അപ്പോൾ വിൽക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു റിസർച്ച് ആദ്യം നടത്തുന്ന ഇങ്ങനെ കമ്പനികളായിരിക്കും. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത്?
അവർ പതുക്കെ സ്റ്റോക്ക് മേടിച്ചു തുടങ്ങുമ്പോൾ കമ്പനിയുടെ പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സെക്കൻഡ് സ്റ്റേജിനാണ് പറയുന്നത് അക്യുമുലേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അഡ്വാൻസിങ് സ്റ്റേജ് എന്ന് പറയും. അഡ്വാൻസിങ്. ഓക്കെ, അഡ്വാൻസിങ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പ്രധാനമായിട്ടും ഈ പറയുന്ന ആദ്യം മേടിച്ചു തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് മേടിച്ചു തുടങ്ങുന്ന ആരായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ പൊതുവെ ഈ പറയുന്ന സ്മാർട്ട് മണി, അതായത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ആദ്യമായിട്ട് ഇവിടെയൊക്കെ മേടിച്ചു തുടങ്ങുന്നത്. അപ്പോഴും റീറ്റെയിലേഴ്സിന്റെ ശ്രദ്ധയിൽ ഇത് എത്തിയിട്ടുണ്ടാവില്ല, കാരണം ആരും ശ്രദ്ധിക്കാത്ത ഒരു സാധനമാണ്. എന്നും പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു റീറ്റെയിലറും മേടിക്കുന്നില്ല എന്നല്ല. ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് റിസർച്ച് ചെയ്യുന്ന നല്ല രീതിയിൽ ട്രേഡ് എടുക്കുന്ന അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന ആളുകളും ഇതിനകത്ത് എൻട്രി ചെയ്യുന്നുണ്ടോ? പക്ഷെ നമ്മളൊരു മജോറിറ്റിയുടെ കാര്യം പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ അധികം ഇവിടെ എൻട്രി ചെയ്യുന്നത് ഈ പറയുന്ന പൊതുവെ പറഞ്ഞ ജനറൽ ആയിട്ട് പറഞ്ഞാല് ഈ പറയുന്ന വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എൻട്രി ചെയ്ത് അല്ലെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എൻട്രി ചെയ്ത് സ്റ്റോക്ക് ഒരു പരിധി ഒക്കെ ഒരു റേഞ്ചിൽ എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവിടം വരെയൊക്കെ എത്തിക്കഴിയുമ്പോഴായിരിക്കും റീറ്റെയിലേഴ്സിന്റെ കണ്ണിപ്പെടുന്നത്. അതെങ്ങനെയാ? അപ്പോഴായിരിക്കും ഈ വാർത്തകളിലൊക്കെ ഇത് ഫേമസ് ആവുന്നത്. ഇതിന്റെ കാരണം ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തരാൻ എന്തെങ്കിലും ഒരു ട്രിഗറിംഗ് ഫാക്ടർ, അതൊരു കാരണം മാത്രം. ഇവിടുന്ന് ഇങ്ങനെ ഒരു ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ ഒരു ട്രിഗറിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിന്റെ നല്ല ഏർണിംഗ്സ് റിപ്പോർട്ട്, ക്വാർട്ടർലി ഏർണിംഗ്സ് അല്ലെങ്കിൽ ഇയർലി ആൻഡ് ഏർണിംഗ്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പനിയുടെ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് മാനേജ്മെന്റിനെ കുറിച്ച്, അല്ലെങ്കിൽ കമ്പനി പുതിയ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു, പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കാൻ പോകുന്നു, പുതിയ സർവീസുകൾ, അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസിൽ ഒരു ട്രിഗറിംഗ് ഫാക്ടർ വെച്ചിട്ട് ആയിരിക്കും ചിലപ്പോൾ അത് അവിടുന്ന് പൊട്ടിപ്പുറപ്പെടുത്ത് വരുന്നത്. എന്നാലും ആളുകളിൽ അത് വലിയൊരു ശ്രദ്ധ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു വാർത്ത വന്നാലും ഈ പറയുന്ന റീറ്റെയിലേഴ്സ് ശ്രദ്ധിക്കണം നിർബന്ധമില്ല. പക്ഷെ പിന്നെ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇത് 52 വീക്ക് ഹൈ. കാരണം ഈ പറയുന്ന ഓരോ റേഞ്ച് എന്ന് പറയുന്നത് ഇത് 2 ദിവസം 3 ദിവസത്തെ കാര്യമല്ല. ഇത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്ന സ്റ്റേജുകളാണ് ഓരോന്നും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിലും ചിലപ്പോൾ ഇത് വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഇവിടം വരെ എത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിലും പിന്നെ വരുന്ന വാർത്തകളൊക്കെ ഉണ്ടോ 52 വീക്ക് ഹൈയിൽ എത്തി, ഈ സ്റ്റോക്കിന് ഭയങ്കര ഗ്രോത്ത്, മറ്റുള്ള ഈ പറയുന്ന ടെലിവിഷനിലൊക്കെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന വലിയ വലിയ ട്രേഡേഴ്സ് ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അതിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നു, റീറ്റെയിലേഴ്സിന്റെ ഇടയിലോട്ടുള്ള പിന്നെ ഒരു പബ്ലിസിറ്റി എത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ബാക്കിയുള്ള മൊമെന്റം കൊണ്ടുപോകുന്നത് പിന്നെയുള്ള മേടിക്കയിൽ വരുന്നത് മൊത്തം ഈ പറയുന്ന റീറ്റെയിലേഴ്സ് ആയിരിക്കും എൻട്രി ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗത്ത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രി ചെയ്യുന്നതിനേക്കാൾ, കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിനകത്ത് ഈ ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ അവരും ഹെൽപ്പ് ചെയ്യും. കാരണം അതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് ഇവര് മേടിക്കുന്നതല്ല ഇവിടെയാണ്. അപ്പോൾ ഇവരിത് മേടിച്ച ഒരു പരിധി എത്തിക്കഴിഞ്ഞ് ബാക്കി അവര് ഈ പറയുന്ന ഈ റീറ്റെയിലേഴ്സിനെ കേൾപ്പിക്കുക. അതായത് റീറ്റെയിലേഴ്സ് ഇതിനകത്ത് നല്ലൊരു മോട്ടിവേഷൻ കൊടുത്ത് റീറ്റെയിലേഴ്സ് നോക്കുമ്പോൾ എന്താണ് നല്ല രീതിയിൽ സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്നുണ്ട്, ഇതപ്പം മേടിക്കാം, ഉള്ള നേരത്തെ മേടിക്കാം, ബാക്കി അല്ലെങ്കിൽ ഇത് മുകളിലോട്ട് പോകാൻ നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കാണ്, എല്ലാവരും മേടിക്കുന്നുണ്ട്, ഞാനും മേടിക്കാം എന്നുള്ള ഒരു വിചാരത്തിലേക്കാണ് റീറ്റെയിലേഴ്സ് മേടിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു സെക്കൻഡ് സ്റ്റേജിന് ഒരു പരിധി ഉണ്ടല്ലേ. എല്ലാ സ്റ്റേജിനും ഒരു പരിധി ഉണ്ട്. കാരണം സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർ എപ്പോഴും നേരെ മേലോട്ട് തന്നെ പോകുകയില്ല. അതിനൊരു അവസാനം വരണമല്ലോ. ഒന്നില്ലെങ്കിൽ അത് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ താഴേക്ക് വരികയോ എന്തെങ്കിലും ഒരു ചേഞ്ച് വരണമല്ലോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പരിധി വരെ എത്തിക്കഴിയുമ്പോൾ, പക്ഷെ ഇവിടെയൊക്കെ ഏർണിംഗ് റിപ്പോർട്ട് നല്ല ഹൈ ആയിരിക്കും, നല്ല റിപ്പോർട്ട്, പോസിറ്റീവ് ന്യൂസുകൾ, എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും. മാർക്കറ്റിൽ ഈ പത്രങ്ങളിലും ന്യൂസുകളിലും കാണുന്ന ചർച്ചകളിലും എല്ലാം ഈ കമ്പനിയെ കുറിച്ച് നല്ല കാര്യങ്ങളായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ സ്റ്റോക്ക് പതുക്കെ അടുത്തൊരു സ്റ്റേജ് കൺസോൾട്ടേഷനിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതിനെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് എന്ന് പറയും. ഇത് ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു സ്റ്റേജിന്റെ പേരാണ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതൊരു കൺസോൾട്ടേഷൻ ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ എന്ന് പറയാം. പക്ഷെ അതിൽ നടക്കുന്ന എന്താണ്? ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ നടക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ആരൊക്കെ തമ്മിലാണ്? ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ജനറൽ ആയിട്ട് പറഞ്ഞാൽ, ഈ പറയുന്ന സ്മാർട്ട് മണി അല്ലെങ്കിൽ സ്ട്രോങ് ഹാൻഡ്സ് വീക്ക് ഹാൻഡിലേക്ക് ഈ പറയുന്ന ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയമാണ്. അതായത് സ്ട്രോങ് ഹാൻഡ്സ് സ്മാർട്ട് മണി എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവര് വീക്ക് ഹാൻഡ്സ് എന്ന് പറയുന്ന റീറ്റെയിലേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ എത്തുന്തോറും അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഇത്രയും ഒരു പകുതിക്ക് ഈ ഇത്രയും ഒരു സൈഡിലോട്ടൊക്കെ ആകുമ്പോഴേക്കും എന്താ ചെയ്യുന്നത്? ഈ താഴെ മേടിച്ച ഈ പറയുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടങ്ങളിലെല്ലാം വിറ്റുകൊണ്ടിരിക്കും. കാരണം ഈ മേടിക്കുന്ന റീറ്റെയിലേഴ്സ് എല്ലാം മേടിക്കുന്നത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ നിന്നായിരിക്കും മേടിച്ച് വരുന്നത്. അപ്പോൾ ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ, അപ്പോൾ ഈ പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും, ബാക്കി പകുതിയിലോട്ട് എത്തുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഈ പറയുന്ന റീറ്റെയിലേഴ്സിന്റെ കയ്യിലോട്ട് എത്തിയിരിക്കും. ഈ പറയുന്ന സ്റ്റോക്കുകളെല്ലാം റീറ്റെയിലേഴ്സിന്റെ കയ്യിലോട്ട് എത്തിയിരിക്കും. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്, അല്ലാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടല്ല.
ഓക്കെ, അത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കയ്യിലോട്ട് എത്തിയതിന് ശേഷം അതാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ്. ഇതെല്ലാം ഇവർക്ക് കൊടുത്തു. അപ്പൊ ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നല്ല വോളറ്റിലിറ്റി കാണാൻ പറ്റും. ഈ പറയുന്ന ഇവിടെ ഫോം ചെയ്യുന്ന ഈ ഒരു സ്റ്റേജിലൊക്കെയുള്ള ക്യാൻഡിൽസിന്റെ വിക്കിനൊക്കെ നല്ല നീളമായിരിക്കും. കാരണം ഓരോ ദിവസവും നല്ല വോളറ്റിലിറ്റി ആയിരിക്കും. ഇവിടെ വോളിയം നോക്കി കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ കാരണം ഇത്രയും സമയം എടുത്ത് ഇതും ഓരോ സ്റ്റേജും നല്ല ലെങ്തി ഉള്ള സ്റ്റേജുകളായിരിക്കും. ലെങ്ത് വേണം നിർബന്ധമില്ല, ചിലപ്പോൾ ഷോർട്ട് ആവാം. അത് ഞാൻ പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ പറയാം. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന നല്ല വോളറ്റിലിറ്റി ആയിരിക്കും. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ വോളറ്റിലിറ്റി കുറവായിരിക്കും. എല്ലാം തന്നെ സ്ട്രോങ് ഗ്രീൻ ഹാൻഡിൽസ് അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള റെഡ് ഹാൻഡിൽസ് എന്നുള്ള രീതിയിലൊക്കെ, റെഡ് ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലായിരിക്കും ഇവിടെയൊക്കെ പോകുന്നത്. ഇവിടെയാണെങ്കിലും വോളറ്റിലിറ്റി വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല, വലിയ ആക്ടിവിറ്റികളൊന്നും ഇല്ലാതെ ചെറിയ വോളിയത്തിലായിരിക്കും ഇവിടെ നിൽക്കുന്നത്. ഈ റേഞ്ച് ആകുമ്പോഴേക്കും വോളിയം നന്നായിട്ട് കൂടും അല്ലെ. ഇവിടെ നന്നായിട്ട് വോളിയം കൂടിയാണ് ബ്രേക്ക് ഔട്ടും തരുന്നത്. അപ്പൊ ഇവിടെ പൊതുവെ നല്ല വോളിയം ആയിരിക്കും. അതിനുശേഷം ഈ ഒരു റേഞ്ചിൽ, അത് ആ ഒരു വോളിയത്തിൽ നിന്നതിന് ശേഷം ഇവിടെ ആകുമ്പോഴത്തേക്കും വോളിയം കുറഞ്ഞ അല്ലെങ്കിൽ ഒരു സാധാരണ വോളിയത്തിൽ ഇവിടെ നിൽക്കുന്നതാണ് ഇപ്പൊ ഈ ഒരു സ്റ്റേജ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? സിമ്പിൾ ആയിട്ട് നോക്കിയാല് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ, അതായത് സ്ട്രോങ് ഹാൻഡ്സ് വീക്ക് ഹാൻഡ്സിലോണ്ട് ഈ പറയുന്ന വോളിയം പതുക്കെ കൈമാറും. കാരണം ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? സൈക്കോളജിക്കലി എന്താണ്? ആളുകൾ ഇവിടെ എത്തുമ്പോഴും മേടിച്ചോണ്ടിരിക്കും അല്ലെ. ഇവിടെ എത്തിയപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് നേരെ മേളിലോട്ട് പോകുന്ന അല്ലെ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ ഇവിടങ്ങളിലൊക്കെ അവർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിറ്റ് പൈസ കുറച്ച് താഴേക്ക് വരുന്നാലും ഈ പറയുന്ന റീറ്റെയിലേഴ്സ് അത് മേടിച്ച് വീണ്ടും മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ കൊണ്ടുപോകുന്നതനുസരിച്ച് അവർ വിൽക്കും, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽക്കും, താഴെ വരും. ഇതിങ്ങനെ മുകളിലോട്ടും താഴത്തോട്ടുമായിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കും അല്ലെ. ഇതൊന്നും അറിയാതെ ഇപ്പോഴും നല്ല പോസിറ്റീവ് ന്യൂസുകളായിരിക്കും ഈ കമ്പനിയെ കുറിച്ച് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം പോസിറ്റീവ് ന്യൂസ് ആയിരിക്കും വരുന്നത്. പക്ഷെ ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ ഇത് സ്റ്റോക്ക് എല്ലാം റീറ്റെയിലേഴ്സിന്റെ കയ്യിലെത്തി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോസിറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ക്വാർട്ടറിലും കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് കൂടി നല്ല രീതിയിലുള്ള അത്രയും ഗ്രോത്ത് വന്ന എപ്പോഴും പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിൽക്കുന്ന കമ്പനികളില്ലല്ലോ. അങ്ങനെ വരാൻ കാലാകാലം അങ്ങനെ വരില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ കമ്പനി സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു അടുത്തൊരു മുകളിലെ ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ട് അവിടെ കുറെ നാൾ നിൽക്കും. നമ്മളൊരു കമ്പനിയെ തന്നെ നോക്കിയാൽ ഞാൻ പറയാം, അത് നമ്മളൊരു കമ്പനിയുടെ ബേസിൽ തന്നെ പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ തന്നെ ചുറ്റുമുള്ള കമ്പനി നോക്കിയാലും മതി. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഏതൊരു കമ്പനി ആണെങ്കിലും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു കമ്പനി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ആളുകളെല്ലാം നല്ല ഉത്സാഹികളായിരിക്കും, നല്ല മിഷനും ഒക്കെയുള്ള നല്ലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ, അതിന് നല്ലൊരു ഗ്രോത്ത് സ്റ്റേജ് ഉണ്ടല്ലേ, നല്ലൊരു രീതിയിലൊരു വളർച്ചയുണ്ട്. ഈ വളർച്ച എന്ന് പറയുന്നത് എന്നും ഇങ്ങനെ പോകില്ല അല്ലെ. കുറച്ച് എത്തിക്കഴിയുമ്പോൾ ഈ വളർച്ച ഒന്ന് സ്ലോ ആവാൻ തുടങ്ങും. ചിലപ്പോൾ ആ ഒരു സെയിം ലെവലിൽ തന്നെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങും. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ അതിനുശേഷം രണ്ട് രീതിയിൽ കാര്യങ്ങൾ പോവാം, രണ്ടോ അല്ലെങ്കിൽ പല രീതിയിൽ പോവാം. ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഈ കമ്പനി അതിനൊരു വളർച്ച ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ നിന്ന് കഴിയുമ്പോൾ കമ്പനിക്ക് പിന്നെ ആവശ്യമായിട്ട് വരുന്നത് ഫ്യൂച്ചർ അല്ലെങ്കിൽ കാലങ്ങൾ മാറുന്നതനുസരിച്ച് പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് പുതിയ പ്രൊഡക്റ്റുകൾ, പുതിയ സർവീസുകൾ അല്ലെങ്കിൽ പുതിയ മേഖലകളിലോട്ട് കാല് വെക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ പഴയ കാലത്ത് തുടങ്ങിയ സമയത്തെ ടെക്നോളജി പഴയ കാലത്ത് തുടങ്ങിയ സമയത്തെ കാര്യങ്ങളുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ കാലത്ത് അത് മുന്നോട്ട് പോകണമെന്നില്ല അല്ലെ. അപ്പോൾ ചില കമ്പനികൾ അത് മാറാൻ തയ്യാറാവാതെ അതിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും, ഒരു മാറ്റത്തിനും തയ്യാറാവാതെ ഇരിക്കും. അപ്പോഴെന്താ, മറ്റുള്ള കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ ഈ കമ്പനി പതുക്കെ അവരുടെ കച്ചവടം കുറയും, താഴേക്ക് വന്നുകൊണ്ടിരിക്കും അല്ലെ. വേറെ മറ്റുള്ള കമ്പനികൾ എന്ത് ചെയ്യും? അവർ നോക്കുമ്പോൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ പോയാൽ പോരാ, നമുക്ക് പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കണം. അവർ പോസിറ്റീവായിട്ട് എടുക്കും ഇതിനെല്ലാം അല്ലെ. കോമ്പറ്റീഷൻ വരുമ്പോഴും മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ടെക്നോളജി മാറുമ്പോഴും അല്ലെങ്കിൽ സൊസൈറ്റിയിലെ കൾച്ചർ മാറുമ്പോഴും എങ്ങനെ എന്ത് വ്യത്യാസം വരുന്നതനുസരിച്ച് അവരുടെ ബിസിനസ് എന്താണോ അതിന് അവർ ചേഞ്ചുകൾ, ഇപ്പോഴത്തെ ആളുകൾക്ക് കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കണോ, അല്ലെങ്കിൽ അവര് സർവീസുകളുടെ ചേഞ്ച് വരുത്തണോ, ബ്രാഞ്ചസിന്റെ എണ്ണം കൂട്ടണോ, അല്ലെങ്കിൽ കമ്പനി ഡൈവേഴ്സിഫൈ ചെയ്യണോ, അല്ലെങ്കിൽ മാനേജ്മെന്റിൽ മാറ്റം വരുത്തണോ, എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട കാര്യങ്ങൾ നോക്കി പുതിയ രീതിയിൽ റിസർച്ചും ഡെവലപ്മെന്റും ചെയ്തിട്ട് അവർ കമ്പനിയെ വീണ്ടും അടുത്ത ഉയരങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന അങ്ങനത്തെ കമ്പനികളും നമുക്ക് കാണാം അല്ലെ. അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൻ പുറത്ത് സിമ്പിൾ ആയിട്ട് നോക്കി കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൻ പുറത്ത് നോക്കിയാൽ മതി. ഈ ചില പലചരക്കടകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് പണ്ട് തുടങ്ങിയ ഒരു കട ഇപ്പോഴും ഏതെങ്കിലും പ്രായമുള്ള ആൾ അത് തന്നെ നോക്കിയിരിക്കും. ആ ഒരു കടയിൽ ഒരു മാറ്റം വരുന്നത് പണ്ടുള്ള അതേപോലെ തന്നെ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോടാണെങ്കിലും പണ്ടത്തെ നമ്മുടെ KSRTC-യിലൊക്കെ ആണെങ്കിലും കണ്ടക്ടർമാര് ഭയങ്കര ഒരു പരുക്കൻ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് അല്ലെ. പക്ഷെ ഇപ്പൊ നോക്കിയേ എത്ര എത്ര നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ പെരുമാറ്റം. അപ്പൊ അതുപോലെ നമ്മൾ കടക്കാരാണ്, ചില കടക്കാരെ നോക്കിയാൽ പണ്ട് ഭയങ്കര കടിച്ചു കീറുന്ന പോലെ പെരുമാറിക്കൊണ്ടിരുന്നവര് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല്
നല്ല രീതിയിൽ ഒരു പെരുമാറ്റത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. എന്നാൽ ചിലവർ പണ്ടത്തെ ഒരു പരുക്കൻ സ്വഭാവം തന്നെയായിരിക്കും ഇപ്പോഴും കണ്ടിട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കടയിലോട്ട് ഇപ്പൊ ആളുകൾ പോവാം. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊന്നും ഉൾക്കൊള്ളാതെ പുതിയ കാലഘട്ടത്തിന് വേണ്ട പ്രൊഡക്ട്സുകൾ വിൽക്കാതെ അല്ലെങ്കിൽ സർവീസുകൾ കൊടുക്കാതെ രീതിയിലുള്ള കടകളുണ്ടാവും. അവിടെ കച്ചവടങ്ങൾ പൊതുവെ കുറവായിട്ട് ഒരു പഴഞ്ച കട ലുക്കിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന കാണാൻ പറ്റും. എന്നാൽ ചില കടകൾ നോക്കിയാൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കടയൊന്ന് നവീകരിച്ച് മോഡിഫൈ ചെയ്ത് ആ ലുക്കൊക്കെ ഒന്ന് മാറ്റി പുതിയ കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷന് വേണ്ടിയിട്ടുള്ള ലുക്കിലോട്ടാക്കി പ്രൊഡക്ട്സുകൾ പുതിയ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത പുതിയ പ്രൊഡക്റ്റുകൾ എന്താണോ കസ്റ്റമേഴ്സിന് വേണ്ടത് അതുപോലെ ചെയ്ത് മാനേജ്മെന്റ് ആണെങ്കിലും ആ പറയുന്ന കടയുടെ ഓണർ ഒരാളെ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ ജോലിക്കാരനാണെങ്കിലും ഇച്ചിരൂടെ നല്ല പെരുമാറ്റവും കൊടുത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസിലോട്ട് മാറണമെങ്കിൽ ഹോം ഡെലിവറി ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്തിട്ട് പുതിയ കാലഘട്ടത്തിന് എന്താണ് വേണ്ടത് ആ രീതിയിലോട്ടാവും. അപ്പൊ അവർക്ക് ഇവിടുന്ന് മുകളിലോട്ട് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. ആ കട അങ്ങനത്തെ കടകളും അല്ലെങ്കിൽ അല്ലാത്ത കടകളും നമുക്ക് അറിയാൻ പറ്റും. ചിലത് ഇപ്പോഴും ഭാഗ്യം കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ നിലനിന്ന് പോകുന്ന കടകളും കാണാൻ പറ്റും അല്ലെ. അപ്പോൾ ഈ പറയുന്ന ഇത് ഇങ്ങനെ നിന്ന് പോകുന്നതിനും മുകളിലോട്ട് ഉയരം ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒരു കാലത്ത് താഴേക്ക് വരാനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ ചുറ്റും കാണുന്ന എക്സാമ്പിൾ ആണ്. അതുപോലെ നമ്മൾ വലിയ കമ്പനികൾ നോക്കിയാലോ, നമ്മുടെ നോക്കിയ നോക്കിയാൽ മതി. നോക്കിയക്ക് എന്താ സംഭവിച്ചത്? അവർ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്തില്ല അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയ കാലഘട്ടത്തിന് എന്താണ് വേണ്ടത് അതിലോട്ട് പോയില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നോക്കിയ വീണു. പിന്നെ അതിന്റെ മാനേജ്മെന്റിൽ ഇഷ്യൂസ് ഉണ്ടാകാം. പക്ഷെ എന്താണെങ്കിലും അവർ പുതിയ കാലഘട്ടത്തിനോട് പിടിച്ചു നിൽക്കാൻ അവർക്ക് ആയില്ല, അവർ വീണു അല്ലെ. അപ്പൊ അതുപോലെ നമ്മൾ സാംസങ് ഒക്കെ നോക്കുകയാണെങ്കിൽ പഴയ കാലഘട്ടത്തിൽ നോക്കിയുടെ മുമ്പിലൊന്നും ഒന്നും അല്ലായിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പൊ സാംസങ് എവിടെയാണ് നിൽക്കുന്നത്? അവരുടെ ഫോണുകളും അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സുകളും നോക്കിയാൽ പൊതുവെ എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഒരു ചെറിയൊരു ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാണ് എല്ലാ കമ്പനികളിലും നടക്കുന്നത്. ചെറിയ കമ്പനി ആണെങ്കിലും വലിയ കമ്പനി ആണെങ്കിലും ഈ രീതിയിലാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റും വ്യത്യസ്തമല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ ആ കമ്പനിക്ക് എന്തെങ്കിലും ഒരു ട്രിഗറിംഗ് ഫാക്ടർ വരാം, ഒരു നെഗറ്റീവ് ന്യൂസ് വന്നാൽ മതി, ചെറിയൊരു സെല്ലിങ്ങിന്റെ പ്രഷർ ഇവിടെ കൂടും. ആളുകൾ ഹോൾഡ് ചെയ്തതിനേക്കാളും നോർമൽ സെല്ലിംഗ് സംഭവിക്കുന്നതിനെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ ചെറുതായിട്ട് കൂടും. അപ്പോൾ ഈ ഒരു നോർമൽ റേഞ്ചിൽ നിന്നുള്ള ഒരു ബ്രേക്ക് കാണുമ്പോൾ ആളുകൾ വീണ്ടും പാനിക്കാവും, വീണ്ടും ഇവിടെ കൂടുതലായിട്ട് സെല്ലിംഗ് വരും. സെല്ലിംഗ് വന്ന് 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 ഇത് താഴേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇത് ഡിക്ലൈൻ സ്റ്റേജ് ആണ്. ഇത് ഡിക്ലൈൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ താഴത്തോട്ട് ഇടിയുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് താഴേക്ക് വരും, വീണ്ടും എന്ത് സംഭവിക്കും? ഈ 4 സ്റ്റേജുകളും കഴിഞ്ഞ് അടുത്ത് പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ പിന്നെ ഇത് ഒരു ഡോർമൻസിയിൽ ആളുകൾ പിന്നെ അത് മറന്നു കിടക്കും. കാരണം താഴെ വന്ന് ചിലപ്പോൾ ഇത് പെന്നി സ്റ്റോക്ക് വരെ താഴേക്ക് പോവാം, അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു പരിധി വരെയൊക്കെ എത്തി പിന്നെ കുറെ നാള് നമുക്ക് അങ്ങനത്തെ പല എക്സാമ്പിൾസും കാണാം. ചിലപ്പോൾ ഇങ്ങനെ ഒരു ആർക്കും വേണ്ടാതെ ആരും തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ചിലപ്പോൾ ചില കമ്പനികളെ വലിയ കമ്പനികളൊക്കെ അക്വയർ ചെയ്യാൻ വേറെ കമ്പനിയായിട്ട് മെർജ് ചെയ്ത് പിന്നെ അതിന്റെ സ്റ്റോക്ക് പ്രൈസ് കയറാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ രുചി സോയൊക്കെ നോക്കി കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ പെന്നി സ്റ്റോക്ക് ആയിട്ട് കടന്നു. എന്നിട്ട് നോക്കി ഒരു സുപ്രഭാതത്തില് പതഞ്ജലി ഏറ്റെടുത്തപ്പോൾ അത് പോയ പോക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇപ്പോഴാണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിന്റെ ഒരു എവിടുന്ന് എവിടെ എത്തി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ എക്സാമ്പിൾസ് നമുക്കുണ്ട്. അങ്ങനെ ഏറ്റെടുത്ത് വീണ്ടും അടുത്ത സൈക്കിൾ, അടുത്ത ഒരു അക്യുമുലേഷൻ എന്ന് പറയുന്നത് ആ രീതിയിൽ വീണ്ടും മുകളിലോട്ട് പോകാം. അല്ലാതെ ഇത് കാലങ്ങളോളം വേണമെങ്കിൽ ആ ഒരു ഡോർമൻ സ്റ്റേജിൽ ഇങ്ങനെ അനങ്ങാതെ ഒരു കൺസോൾട്ടേറ്റ് ഒരു ലെവലിൽ ഇങ്ങനെ തന്നെ കിടക്കാം. എന്നാൽ ചില സ്റ്റോക്കുകൾ താഴെ എത്തി അപ്പോൾ തന്നെ അടുത്ത റിവേഴ്സിൽ അടുത്ത താഴെ എത്തി അവിടെ തന്നെ ആളുകളിൽ ഇൻട്രസ്റ്റ് ആയി, ആളുകൾ ഇത് ഈ ഒരു കമ്പനി നോട്ടീസ് ചെയ്തു, തീരെ ചീപ്പ് പ്രൈസിൽ കിട്ടുന്ന കണ്ടു. ഈ റീറ്റെയിലേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും വീണ്ടും ഇതിൽ ഇൻട്രസ്റ്റ് വന്നു, വീണ്ടും ഇത് നേരെ മുകളിലോട്ടും പോവാം. എന്ന് വെച്ചാൽ ഈ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് നേരെ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോവാം, സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് വീണ്ടും നേരെ മുകളിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല സിനാരിയോ അല്ലെങ്കിൽ പല കണ്ടീഷനും സംഭവിക്കാം. അപ്പോൾ ഈ ഇതിൽ സംഭവിക്കുന്ന ഇപ്പം മെയിൻ ആയിട്ടുള്ള ഈ 4 സ്റ്റേജുകൾ മനസ്സിലായെന്ന് വിരിക്കുന്നു. താഴത്തെ നിലയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്, അവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് എന്നൊരു അക്യുമുലേഷൻ ഉണ്ട്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പിന്നെ ഒരു ഡിക്ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ.